ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ ചിത്തിരപുരത്ത് മണ്ണിനിടയിൽ കുടുങ്ങിയ 2 തൊഴിലാളികളുടെയും മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. ദാരുണാന്ത്യമാണ് ഉണ്ടായിട്ടുള്ളത്. റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴായിരുന്നു അപകടം. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് അപകടത്തിൽപ്പെട്ടത്. 2 തൊഴിലാളികൾ ആ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. അതിലൊരല്പസമയം മുൻപ് അതിലൊരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അഗ്നിശമന സേനയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു അവിടെ തിരച്ചിൽ പുരോഗമിച്ചു വന്നിരുന്നത്. ഇപ്പോൾ വളരെ സങ്കടകരമായ വാർത്തയാണ് ഇടുക്കി ചിത്തിരപുരത്തു നിന്നും വരുന്നത്. അതിശക്തമായ മഴയായിരുന്നു അവിടെ തുടർന്ന് വന്നിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ ഈ അപകടം ഉണ്ടാവുകയും വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തത്. ആ മണ്ണിനടിയിൽപ്പെട്ടാണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിട്ടുള്ളത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, രണ്ടാമത്തെയാളുടെ മൃതദേഹവും അല്പസമയം മുൻപാണ് കണ്ടെത്തിയത്. അല്പസമയം മുമ്പാണ് രണ്ടാമത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ആദ്യം കണ്ടെത്തിയ ആളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ആനച്ചാൽ സ്വദേശി രാജീവ് എന്നയാളാണ് മരണപ്പെട്ടതിൽ മറ്റൊരാൾ പള്ളിവാസൽ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 2 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1 മണിക്കൂർ മുമ്പാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയുണ്ടായിരുന്നു. റിസോർട്ടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കുന്നതിനിടെയാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുകയും തൊഴിലാളികൾ അതിനിടയിൽ പെടുകയും ചെയ്യുന്നത്. 2 പേർ അതിനുള്ളിൽ പെട്ടുപോയി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മണ്ണ് നീക്കി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ദാരുണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ശരീരം പൂർണ്ണമായ രൂപത്തിലല്ല വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും മരണപ്പെട്ടതിൽ ഒരാൾ ആനച്ചാൽ സ്വദേശി രാജീവാണ്, മറ്റൊരാൾ പള്ളിവാസൽ സ്വദേശിയാണ്. ഇയാളുടെ പേര് ഇതേവരെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ പ്രദേശത്ത് മഴയുണ്ട്. മഴ മൂലം രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായിരുന്നു എന്ന് പറയുന്നു. നിലവിൽ 2 പേരുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യ ചോദ്യം വ്യക്തമായി. മരിച്ച 2 പേർ ആരൊക്കെയാണ്? എവിടെ നിന്നുള്ളവരാണ്? ദിവ്യ, മരിച്ചതിൽ ഒരാൾ ആനച്ചാൽ സ്വദേശി രാജീവാണ്, മറ്റൊരാൾ പള്ളിവാസൽ സ്വദേശിയായ തൊഴിലാളിയാണ്. അയാളുടെ പേര് ഇതേവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പള്ളിവാസൽ സ്വദേശിയാണ് മരിച്ച രണ്ടാമത്തെ ആൾ. ആദ്യം പുറത്തെടുത്ത മൃതദേഹമായിരുന്നു ആനച്ചാൽ സ്വദേശി രാജീവിന്റേത്. ഇരുവരും ആ പ്രദേശത്ത് ആ വർക്കിംഗ് സൈറ്റിൽ തൊഴിൽ ചെയ്തു വരുന്ന ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മണ്ണ് ഇടിഞ്ഞു വീണ് ഇരുവരും മണ്ണിനടിയിൽപ്പെട്ട് പോകുന്നത്. തുറന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നുണ്ട്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവമാണ്. 2 തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുവരുടെ മൃതദേഹം രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചോ? കൂടുതൽ പേർ ആരെങ്കിലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ടോ? നിലവിൽ 2 പേർ മാത്രമാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ ആരെയും തന്നെ അതിനുള്ളിൽ പെട്ടിട്ടില്ല എന്നാണ് പോലീസിന് ഉറപ്പ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ മൃതദേഹം കിട്ടിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആരും തന്നെ ആ മണ്ണിനടിയിൽ ഇല്ല എന്നുള്ള ഉറപ്പിലാണ് നിലവിൽ പോലീസും ഫയർഫോഴ്സ് സംഘവും ഉള്ളത്. അപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവർ 2 പേരെ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ, അതോ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നോ? സ്വാഭാവികമായും നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു വർക്കിംഗ് സൈറ്റ് ആയിരുന്നു. അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്നത് കണ്ട് മറ്റു തൊഴിലാളികൾ ഓടി മാറുകയായിരുന്നു. ഇവർ 2 പേരുമാണ്, മരണപ്പെട്ട 2 പേരുമാണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. വലിയ തോതിലുള്ള മണ്ണ് ഇവർക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് വന്ന് മണ്ണ് നീക്കിയതിനു ശേഷം മാത്രമേ ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇരുവരുടെയും മരണം അപ്പോഴേക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിശക്തമായ മഴയാണോ ആഷിഖ് അവിടെ? മഴ നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. മഴയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇത്രമേൽ വൈകിപ്പിച്ചത്. 1 മണിക്കൂറോളം നേരം മൃതദേഹം കണ്ടെടുക്കാൻ വൈകി. മണ്ണിടിഞ്ഞ് വീണ് 1 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. മഴയാണ് ഇത് ഇത്ര വൈകലുണ്ടായത് എന്നാണ് പറയുന്നത്. ഏതായാലും മഴ ഇപ്പോഴും തുടരുകയാണ് ആ പ്രദേശത്ത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്. ഇടുക്കി ചിത്തിരപുരത്താണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിട്ടുള്ളത്.